നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഡബിൾ റൂംസ് വരും 400 റുപ്പീസ് മുതൽ 600 റുപ്പീസിനുള്ളിൽ ലഭിക്കും. ഇതാണ് ഞങ്ങൾ എപ്പോഴും കേരളത്തിൽ എവിടെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുമ്പോഴും ആദ്യം ബുക്ക് ചെയ്യുന്നത്. കാരണം ഇത്രയും ഫെസിലിറ്റീസ് സ്പേഷ്യസ് ആയിട്ടുള്ള, പിന്നെ കംഫർട്ട് ആൻഡ് ഹൈജീൻ നീറ്റ് ആയിട്ടുള്ള, ശരിക്കും വീട് പോലെ ഫീൽ ആകുന്ന റൂംസ്. ഇത് ബുക്ക് ചെയ്യുന്നത് ഗവൺമെന്റ് വെബ്സൈറ്റിലൂടെയാണ്. ഈ വീഡിയോയിൽ ഞാനൊരു ഡെമോ ഷെയർ ആക്കിയിട്ടുണ്ട്, ഇതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം. അപ്പൊ ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എൻജോയ് ചെയ്ത പോലെ നിങ്ങൾക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എൻജോയ് ചെയ്യാമല്ലോ. ഇതേ സെയിം റൂംസ് പ്രൈവറ്റ് ആണെങ്കിൽ മിനിമം 1500 അല്ലെങ്കിൽ 2000 അബവ് കൊടുക്കേണ്ടി വരും. കാരണം കാണുമ്പോൾ തന്നെ നല്ല ലക്ഷറിയസ് അല്ലേ. അപ്പോൾ ഞാനിവിടെ പറയാനും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനും ഉദ്ദേശിക്കുന്നത്, ഈ വീഡിയോയിൽ ഞാൻ ഇതിൽ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, പിന്നെ ഏത് വെബ്സൈറ്റിലൂടെയാണ് ഇത്രയും വിലക്കുറവിന് ഈ കാണുന്ന റൂംസ് ബുക്ക് ചെയ്യേണ്ടതും, ട്രിപ്പ് നല്ലോണം എൻജോയ് ചെയ്യാനും ട്രിപ്പിന്റെ ഇടയിലുള്ള ട്രാവലിംഗ് ടയർഡ്നെസ് മാറ്റാനും ഇത്രയും കംഫർട്ടബിൾ ആൻഡ് റിലാക്സിബിൾ ആയിട്ടുള്ള റൂംസ് ബുക്ക് ചെയ്യാം എന്നുള്ളത്. കേരളത്തിലെ 14 ജില്ലകളിലും അതിൽ ഓരോ ജില്ലകളിലും പലയിടങ്ങളിലും ഇതുപോലത്തെ ഗസ്റ്റ് ഹൗസസ് അവൈലബിൾ ആണ്. പക്ഷെ ഈ ഗസ്റ്റ് ഹൗസസ് വെറും MLA മാർക്കും ഗവൺമെന്റ് സ്റ്റാഫ്സിനും മാത്രമായിരുന്നു. കാരണം ഇത് കൺസ്ട്രക്ട് ആക്കിയത് പ്രത്യേകിച്ച് മന്ത്രിമാർക്കാണ്, ഫ്രീ ആയിട്ട് അവർ ട്രാവൽ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് 2024 അവർ ന്യൂ റൂൾസ് ഇറക്കി. ഇതൊക്കെ വെറുതെ കെടുക്കാണല്ലോ, അങ്ങനെ ഇത് ജനങ്ങൾക്കും അവൈലബിൾ ആക്കി കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. ബട്ട് ഓൺലി ഓൺലൈൻ ബുക്കിംഗ് കൊണ്ട് മാത്രം. എല്ലാം PWD കോംപ്ലക്സിലും സൂട്ട് റൂംസിലും നോർമൽ റൂംസ്, വ്യൂ പോയിന്റ് റൂംസ് ഒക്കെ അടിപൊളിയാ. ഇതൊക്കെ വീഡിയോസിൽ കാണുന്നതിനേക്കാളും ശരിക്കും കാണാൻ നേരില്ല, അത്രയും മനോഹരമാണ്. ഇത് ഇവിടുത്തെ സൂട്ട് റൂമാണ്. നേരത്തെ കണ്ടത് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ ഇത് അതിനേലും വലിയ ഡബിൾ റൂം ആൻഡ് വലിയ ഡബിൾ ബാൽക്കണീസ് ആൻഡ് വ്യൂ പോയിന്റ്സ് ആയിട്ടുള്ളത്. പക്ഷെ ഇത് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. ഇത് നമ്മൾ നേരിമംഗലമാണ് ബുക്ക് ചെയ്തിരുന്നത്. 4 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിക്ക് ഒരു റൂം, അങ്ങനെയാണ് എല്ലായിടത്തും ഇവർ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അവിടെ 2 ഡേയ്സ് പ്ലേസസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് അവിടെ നിന്ന് തൃശ്ശൂരിലുള്ള PWD റെസ്റ്റ് ഹൗസിലേക്ക് ബുക്ക് ചെയ്തു. ഈ കോംപ്ലക്സും ശരിക്കും അടിപൊളിയായിരുന്നു. ശരിക്കും നാടൻ പഴയ വീടുകളുടെ വൈബ്സുമായിരുന്നു. അങ്ങനെ ഇവിടെ കയറുമ്പോൾ തന്നെ അവർക്ക് നമ്മളെ ഗവൺമെന്റ് IDs ആൻഡ് രജിസ്ട്രേഷൻ ബുക്കിൽ നമ്മൾ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ID കാർഡ് നമ്പർ, പിന്നെ ഇതൊക്കെ ആരെ പേരിലാണോ ബുക്ക് ചെയ്തിട്ടുള്ളത് അവരെ പേരിൽ തന്നെ അവർ എല്ലാം ഐഡന്റിറ്റി കൊടുത്തതിന് ശേഷം അവരുടെ സൈനും ഇട്ടുകൊടുക്കണം. ഇവിടെയും ഡെലൂക്സ്, ഡ്യൂപ്ലെക്സ്, പിന്നെ സ്യൂട്ട് റൂംസ്, നോർമൽ റൂംസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഇതിപ്പോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സ്യൂട്ട് റൂംസ് ആണ്. ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ പിന്നെയും കാണാം. ഇതാണ് അതിന്റെ ഉള്ളിലത്തെ കാഴ്ച. ഡബിൾ റൂം ആയിരുന്നു, വളരെ സ്പേഷ്യസ് ആയിരുന്നു. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ശരിക്കും വലിയതായിരുന്നു. വാഷ്റൂംസ് ഇതൊക്കെ ഭയങ്കര വലിയതായിരുന്നു. ശരിക്കും നാടൻ ഡ്യൂപ്ലെക്സ് വീട് പോലെ ഫീൽ ആയി ഞങ്ങൾക്കിത്. ഇതിന്റെ ഉള്ളിൽ തന്നെ ക്യാൻറ്റീനും അവൈലബിൾ ആയിരുന്നു. നല്ല അടിപൊളി നാടൻ ചോറും മീൻകറിയും മോരും രസം പപ്പടം അച്ചാർ ഉപ്പേരികളോ, പൊളി ടേസ്റ്റ് ആണ് ഗൈസ്. ഇനി നിങ്ങൾക്കും ഓൺലി 400 റുപ്പീസിന് ഇതുപോലത്തെ റൂംസ് വേണമെങ്കിൽ ഈ ഡെമോ കൊണ്ട് മനസ്സിലാക്കാം. അപ്പൊ നേരെ ഗൂഗിൾ സെർച്ചിൽ കയറിയിട്ട് PWD ഗസ്റ്റ് ഹൗസ് ബുക്കിംഗ് അടിച്ചു കൊടുക്കുക. അപ്പൊ ഈ വെബ്സൈറ്റ് വരും, പ്രൊസീഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ജനറൽ പബ്ലിക്കിൽ ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ വേറെ ഒരു പേജ് വരും. ആ പേജിൽ നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏത് ഡിസ്ട്രിക്റ്റിലാണോ വേണ്ടത് ആ ഡിസ്ട്രിക്റ്റിൽ ടിക്ക് ഇട്ട് കൊടുത്താൽ അവിടെ തൃശ്ശൂർ ആണെങ്കിൽ തൃശ്ശൂർ എവിടെയാണ് അവൈലബിൾ അവർ കാണിക്കും. പിന്നെ ചൈൽഡ്, അഡൾട്ട് ഈ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ ഫോൺ നമ്പറും എത്ര ദിവസത്തിന് വേണ്ടിയിട്ടാണ് അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക, ഏത് ഡേ ആണ് വേണ്ടിയതെന്ന് വെച്ചിട്ട്. പിന്നെ ടൈം, ഡേറ്റ് ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തതിന് ശേഷം ഫോൺ നമ്പർ യൂസ് ആക്കുക. ഫോൺ നമ്പർ അടിച്ചു കൊടുത്താൽ OTP വരും. OTPയിൽ നിങ്ങളെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെൻഡ് ആക്കി കൊടുക്കുക. അതായത് ഇതുപോലെ പേയ്മെന്റ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ മെൻഷൻ ചെയ്തതിനു ശേഷം പേയ്മെന്റ് ഡീറ്റെയിൽസ് വരും. പേയ്മെന്റ് ചെയ്താൽ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. ഇത് കൊണ്ടുപോയി ഇത് കാണിച്ച് രജിസ്റ്റർ ചെയ്യാം.